ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ വ്യക്തിപരമായി ക്രിസ്തുവുമായി ഒരു അഭേദ്യമായ ബന്ധമുണ്ടാവണം, ഒരു അനുഭവം. എന്തിനു വേണ്ടിയിട്ടാണ്? ഞാനും എൻ്റെ ആത്മാവും തമ്മിൽ ഒരു ബന്ധമുണ്ടെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ മുൻപിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഒരു സ്വാധീനം ചെലുത്താൻ സാധിക്കും. ഇതിന് ഉദാത്തമായ മാതൃകയാണ് യേശു നമുക്ക് കാണിച്ചു തന്നത്. അവൻ അതിരാവിലെ ഉണർന്ന് മലമുകളിലേക്ക് പോയി തൻ്റെ പിതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും വ്യക്തിപരമായ പിതാവുമായി ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ടാണ് ഈശോ നടന്നു നീങ്ങിയത്. മനുഷ്യ ജീവിതത്തിൽ ഇത് ആവശ്യമാണെന്ന് നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃകയാണ്. പഴയ നിയമത്തിൽ ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം തിരുവചനം പറയുന്നു, രേഖയിൽ മുദ്ര വെച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞ ദാനിയേൽ സ്വഭവനത്തിലേക്ക് പോയി. വീടിന്റെ മുകളിലത്തെ നിലയിൽ ജെറൂസലേമിന് നേരെ തുറന്നു കിടക്കുന്ന ജാലകങ്ങൾ ഉണ്ടായിരുന്നു. താൻ മുൻപ് ചെയ്തിരുന്നത് പോലെ അവൻ അവിടെ ദിവസേന 3 പ്രാവശ്യം മുട്ടുമേൽ നിന്ന് തന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തു. ഈ തിരുവചനം ഓർക്കുമ്പോൾ നമ്മൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, അവൻ ദിവസേന ചെയ്ത കാര്യത്തെക്കുറിച്ചാണ് അവിടെ വചനം പ്രതിപാദിക്കുന്നത്. അവിടെ ദൈവവുമായി ഒരു ബന്ധം, ദൈവ സാന്നിധ്യമുള്ളിടത്തേക്ക് അവൻ തിരിഞ്ഞു നിന്നുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചിരുന്നു. അവിടെ നന്ദി പറഞ്ഞു, പ്രാർത്ഥിച്ചു എന്നൊക്കെ വചനം സൂചിപ്പിക്കുമ്പോൾ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നന്ദിയുണ്ട്, സ്തുതിയുണ്ട്, ദൈവത്തെ ആരാധനയുണ്ട്, അതോടൊപ്പം തന്നെ യാചന പ്രാർത്ഥനയുമുണ്ട്. അതിനുശേഷം നമ്മൾ ദൈവവുമായി സംസാരിക്കുന്നു, ദൈവം നമ്മോടും സംസാരിക്കുന്നു. ഇവിടെ 16-ാം തിരുവചനം പറയുന്നുണ്ട്, ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് എറിഞ്ഞു. ഇവിടെ കുഴിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സിംഹം, ഇത് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുന്ന തിന്മയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് നമ്മുടെ ജീവിത സാഹചര്യമാവാം, ജീവിതത്തിന്റെ പ്രതിസന്ധികൾ, ഒരു ഭവനമില്ലാത്ത അവസ്ഥ, കടഭാരം, മക്കളുടെ പഠനം, വിദ്യാഭ്യാസ മേഖല, അത് അവരെത്ര പഠിച്ചിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അതനുസരിച്ച് ജോലി ലഭിച്ചിട്ടില്ല, ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇവിടെയൊക്കെയും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. അവിടെ 22-ാം തിരുവചനത്തിൽ പറയുവാണ്, എന്റെ ദൈവം ദൂതനയച്ച് സിംഹങ്ങളുടെ വായടച്ചു, അവ എന്നെ ഉപദ്രവിച്ചില്ല. അപ്പോൾ ഇവിടെ ഒരു ദൂതനെ അയക്കാൻ തക്കവണ്ണ ഒരു ബന്ധം ദാനിയേലുമായി ദൈവത്തിനുണ്ടായിരുന്നു. അങ്ങനെ അവൻ അവിടെ സംരക്ഷിക്കപ്പെടുകയാണ്. അങ്ങനെ ദൈവമായൊരു ബന്ധമുണ്ടെങ്കിൽ നമ്മുടെ പ്രതിസന്ധികളിൽ കർത്താവ് നമ്മെ സഹായിക്കും. 2 തിമോഥെയോസ് 4:12 പറയുകയാണ്, കർത്താവിന്റെ ഭാഗത്തുണ്ടായിരുന്നു, എല്ലാ വിജാതീയരും കേൾക്കത്തക്ക വിധം വചനം പൂർണ്ണമായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ശക്തി അവിടെ നിന്ന് എനിക്ക് നൽകി, ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ ദൈവം നമ്മളെ ഈ വ്യക്തിപരമായ പ്രാർത്ഥനയില്ലെങ്കിൽ അത് തുടങ്ങാൻ ദൈവം സഹായിക്കട്ടെ. നമ്മൾ തുടങ്ങണം. വ്യക്തിപരമായി ദൈവവുമായി ഒരു അഭേദ്യമായ ബന്ധം നമുക്കുണ്ടായിരിക്കട്ടെ. ആമേൻ.